ആർ ഒ അതുൽ പിള്ള പറഞ്ഞു. കപ്പലിലെ 4 പേരെ കുറിച്ച് വിവരം ഇല്ലെന്നാണ് അതുൽ പിള്ള പ്രതികരിച്ചത്. ഈ 4 പേര് എന്തുവാന്ന് നമുക്ക് അറിയാൻ വയ്യ. ഒഫീഷ്യൽ കൺഫർമേഷൻ കിട്ടാൻ അവർ എന്തുവാന്നത് നമുക്ക് അവിടെ ചെന്നാലേ മനസ്സിലാവത്തുള്ളൂ. അപ്പം ഈ എപ്പോഴും ഫയറിനെ മൈനർ ഫയർ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് മൈനർ ഫയർ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ ഇത് ഫയർ എക്സ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ദാറ്റ് മീൻസ് ഇറ്റ്സ് ഒരു മേജർ ഫയർ ആയിട്ട് കൺവേർട്ട് ആയി. മേജർ ഫയർ ആയിട്ട് കൺവേർട്ട് ഡേഞ്ചർ ആയിരിക്കും. അതായിരിക്കും അവര് അതില് ഇത് ചെയ്ത് അബാൻഡൻ ചെയ്ത ഷിപ്പിനെ. ആരും ഇല്ല. അത് ഷിപ്പ് ഇപ്പൊ ഡ്രിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇനി ഇത് ഷിപ്പിന് മുമ്പോട്ട് ഈ ഫയറിനെ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഷിപ്പ്, ബിക്കോസ് ഇനി നമുക്ക് വെളിയിൽ നിന്ന് വേണം എല്ലാം ഇത് ചെയ്യാൻ. അകത്തെ ഷിപ്പും മെഷീനറി എല്ലാം പോയി കാണും ഇപ്പൊ. അപ്പൊ വെളിയിൽ നിന്ന് പോയി ചെയ്യാൻ വേണ്ടി 5 ഷിപ്പ് പോയി. ഒരു വട്ടം അതിനെ എക്സ്റ്റിംഗ്വിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കമ്പനിയോട് പറയാം നമ്മളൊരു ടോ ചെയ്ത് അതിനെ വലിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും നിയറസ്റ്റ് സ്പോട്ടിലോട്ട് അടുത്താൻ വേണ്ടി. അത് ഓൾറെഡി കമ്പനി അത് ചെയ്യാൻ തുടങ്ങി കാണും. ഓൾറെഡി അത് ഇൻസ്ട്രക്ഷൻ പോയി കാണും. നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? നമ്മൾ എന്തെങ്കിലും പ്രത്യേക പ്രിക്കോഷൻ ഉണ്ടോ? 3 എയിമാ. ഫസ്റ്റ് ക്രൂനെ റെസ്ക്യൂ ചെയ്യുക, രണ്ടാമത്തെ ഫയർ എക്സ്റ്റിംഗ്വിഷ് ചെയ്യുക, തേർഡിനെ ഷിപ്പിനെ ഈ അവരെ അസിസ്റ്റ് ചെയ്യുക ടോയിങ്ങിന് വേണ്ടി. സജിത്തിലേക്ക് ഒരിക്കൽ കൂടി. സജിത്ത്, എന്തായാലും ഡിഫൻസ് PRO അതുൽ പിള്ള സൂചിപ്പിച്ചതുപോലെ വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. തീ അണയ്ക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. പക്ഷേ 4 പേരുടെ കാര്യത്തിലാണ് ഈ ആശങ്കയുള്ളത്. 18 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും മറ്റ് 4 പേരെ കുറിച്ച് യാതൊരു സൂചനയുമില്ല. അവർ കടലിലേക്ക് ചാടിക്കാണുമോ അതോ കപ്പലിനുള്ളിൽ തന്നെ ആയിരിക്കുമോ ഉള്ളത്? അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുക തന്നെയാണ്. കാരണം ഈ കപ്പലിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ചുകൊണ്ട് അവസാന ഘട്ടം വരെ അത് രക്ഷപ്പെടുത്താനുള്ള സാധ്യതകൾ തേടും. അത് അതിൻ്റെ നോർമൽ പ്രോട്ടോക്കോളാണ്. പ്രത്യേകിച്ച് ക്യാപ്റ്റനാണ് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ട് ഏറ്റവും ഒടുവിൽ കപ്പൽ മുങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രക്ഷപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളും തേടുക. അതിൻ്റെ നോർമൽ പ്രോട്ടോക്കോളാണ്. നമ്മൾ നേരത്തെയും കണ്ടതാണ്. കഴിഞ്ഞ കപ്പലപകടങ്ങളിലും ക്യാപ്റ്റനെയൊക്കെ പുറത്തിറക്കിയ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് ഓർമ്മയുണ്ടാവും. എന്തായാലും ഇത്തരം സാധ്യതകൾ നടക്കുകയാണ്. ഈ കപ്പലിൽ ഒരു കണ്ടെയ്നറിലെ തീപിടുത്തമാണ് ഇത്ര വലിയ അപകടത്തിലേക്ക് പോയത്. ഈ തീ ഉയർന്നപ്പോൾ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി സജീവമായി തന്നെ അവിടെ ഇടപെടലുകൾ ഉണ്ടായി. പക്ഷേ അത് രക്ഷപ്പെടുന്നില്ല എന്നൊരവസ്ഥ വന്നപ്പോഴാണ് ബാക്കിയുള്ളവർ കടലിലേക്ക് ചാടുക. പക്ഷേ അവർക്ക് രക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, രക്ഷാ ബോട്ടുകൾ ഉണ്ടായിരുന്നു, സ്വാഭാവിക നോർമൽ പ്രോട്ടോക്കോൾ അനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനിടയിലാണ് 4 പേർ മിസ്സിംഗ് ആവുന്ന സാഹചര്യം വരുന്നത്. ഇവരെവിടെ പോയി? കടലിലേക്ക് വീണുപോയതാണോ അതല്ലെങ്കിൽ തീപിടുത്തത്തിൽ പെട്ടുപോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് നടക്കുന്നത്. ഒരുപക്ഷേ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം കൂടി അതായി മാറിയേക്കാം അവിടെ. കാരണം ആ ഇടപെടലാണ് നടത്തേണ്ടി വരിക. മുമ്പ് നേരത്തെ നമ്മൾ നടത്തിയ രക്ഷാ ദൗത്യത്തേക്കാൾ കൂടുതൽ കർശനമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ വേണ്ടിവരും. 4 കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന് പുറമെ തന്നെ നേവിയുടെ വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനങ്ങളും നിരീക്ഷണ സംവിധാനങ്ങൾ കൂടി അവിടെ ഇടപെടുന്നുണ്ട്. കേരളത്തിൻ്റെ 2 പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് കൊച്ചി ഒപ്പം കോഴിക്കോട്, എറണാകുളം കോഴിക്കോട് 2 ജില്ലാ കളക്ടർമാർക്കും സർക്കാർ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. അടിയന്തരമായ സാഹചര്യങ്ങൾ നേരിടാൻ സജ്ജമാവുക. കാരണം ഈ പരിക്ക് പറ്റിയവരെ ഈ തീരങ്ങളിലെ ആശുപത്രികളിലേക്ക് കൊണ്ടുവന്നേക്കാം. അതുകൊണ്ട് സജ്ജമാവുക, സാഹചര്യങ്ങൾ നേരിടുക. ഇതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങളും കൈമാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ തരത്തിലാണ് സാഹചര്യങ്ങൾ കടന്നു പോകുന്നത്. എന്തായാലും അടുത്തടുത്ത നാളുകളിലായി കേരള തീരത്തോട് ചേർന്ന് 2 കപ്പലപകടം ഉണ്ടാകുന്നു എന്നതാണ് സാഹചര്യം. ഈ കപ്പലപകടം സംബന്ധിച്ച് അതിൻ്റെ രക്ഷാപ്രവർത്തനം ഇതുവരെയും പൂർത്തിയായിട്ടില്ല. ആശങ്ക മാറാറായിട്ടില്ല. കപ്പൽ മുങ്ങിയേക്കാം എന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും കപ്പൽ മുങ്ങിയേക്കാം എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഈ കണ്ടെയ്നറുകളിൽ വേഗത്തിൽ തീ പിടിക്കുന്ന ദ്രാവകങ്ങളുണ്ടെന്ന് പറയുന്നു. തനിയെ തീ പിടിക്കുന്ന 4 തരത്തിലുള്ള രാസവസ്തുക്കളാണ് ഈ കണ്ടെയ്നറുള്ളതാണ് വിവരം. വായുസ്പർശം കൊണ്ടും മറ്റും തീ പിടിക്കുന്ന വസ്തുക്കളുണ്ട്. വിഷാംശമുള്ള വസ്തുക്കളും ഈ കപ്പലിലെ കണ്ടെയ്നറുകൾ ഉണ്ട് എന്ന വിവരവും പുറത്തു വരുന്നു. TG സജിത്തിലേക്ക് ഒരിക്കൽ കൂടി. സജിത്ത്, എന്തായാലും കേരള തീരത്തിന് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോൾ പോലും അപകടകരമായ രീതിയിൽ മറ്റ് രാസവസ്തുക്കൾ, തീ കൂടുതൽ പടർന്നു പിടിക്കുന്ന രീതിയിലുള്ള രാസവസ്തുക്കൾ കപ്പലിലുണ്ട് എന്നാണ് നിലവിൽ അധികൃതർ വ്യക്തമാക്കുന്നത്. ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആശങ്കയ്ക്ക്
കാരണമാകുന്നുണ്ടോ സജിത്ത്? തീർച്ചയായും ഇത് ആശങ്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ തീരത്തേക്ക് പ്രതിസന്ധി ഉണ്ടാവില്ല എന്ന് കരുതാം. നമുക്ക് വീണ്ടും ഈ മാപ്പിലേക്ക് വരുമ്പോൾ കേരള തീരത്തിൽ നിന്നും എത്ര അകലെയാണ് ഈ കപ്പൽ അപകടം ഉണ്ടായി എന്ന ഏറെക്കുറെ വ്യക്തമായൊരു ചിത്രം നമുക്ക് ലഭിക്കും. അതായത് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ ഇതാണ് ബേപ്പൂർ തുറമുഖം. ഈ തുറമുഖത്ത് നിന്നും ഈ കടന്നു പോകുന്നതാണ് അന്താരാഷ്ട്ര, ഇതാണ് കോഴിക്കോട്, ഇവിടെ നിന്നും ഇതാണ് നമ്മുടെ തീരപ്രദേശം, ഇതാണ് അന്താരാഷ്ട്ര കപ്പൽച്ചാൽ. ഈ കപ്പൽച്ചാലിന് ഇപ്പുറയായി ഏകദേശം 45 നോട്ടിക്കൽ മൈൽ ദൂരമാവണം ഇത് മാർക്ക് ചെയ്യുന്ന ഒരു പോയിന്റിൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഇതാവണം ഈ അപകടത്തിൽപ്പെട്ട കാർഗോ ഷിപ്പ് എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം അത് നമുക്ക് ഈ മാപ്പിൽ കൃത്യമായി കാണിക്കുന്നത് തന്നെ ഇത് കാർഗോ ഷിപ്പ് എന്നാണ്. ഒരുപക്ഷെ ഇത് തന്നെയാവണം അപകടത്തിൽപ്പെട്ട ഷിപ്പ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ ഈ 45 നോട്ടിക്കൽ മൈൽ ദൂരം കോഴിക്കോട് നിന്നുള്ള 45, ബേപ്പൂരിൽ നിന്നുള്ള 45 നോട്ടിക്കൽ മൈൽ ദൂരം ഇത് തന്നെ ആവണമെന്ന് കരുതണം. അതായത് അന്താരാഷ്ട്ര കപ്പൽച്ചാലിനും അപ്പുറത്തായി വേണം ഇത് കടന്നു പോയിരിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു കാര്യം നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നത്, മുമ്പ് നേരത്തെ കപ്പലപകടം ഉണ്ടായപ്പോൾ കേരള തീരത്തേക്ക് കണ്ടെയ്നറുകൾ വന്നേക്കാം എന്ന ഒരു മുന്നറിയിപ്പ് തുടക്കം തന്നെ ഉണ്ടായി. ആ മുന്നറിയിപ്പിന് ശേഷമാണ് അതൊരു കപ്പൽ അപകടമാണെന്നും വലിയ രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടെന്നും വിവരങ്ങൾ പുറത്തു വന്നത്. ഇവിടെ ഒരു കാര്യം വ്യക്തമാവുന്നത്, പക്ഷേ കേരള തീരത്തിന് അത്തരമൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടില്ല. ഒരുപക്ഷെ അത് ഈ കണ്ടെയ്നറുകൾ ഇപ്പോഴും കടലിലേക്ക് പൂർണ്ണമായി വീണിട്ടില്ല, അതല്ലെങ്കിൽ അത് മുങ്ങിപ്പോകാനാണ് സാധ്യത, ഒഴുകി നടക്കാനുള്ള സാധ്യതയില്ല എന്നതുകൊണ്ട് കൂടിയാവാം ഒരുപക്ഷെ അത്തരം മുന്നറിയിപ്പുകൾ ഇതുവരെയും നൽകാത്തത്. എന്തായാലും ആ തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നമ്മുടെ തീരദേശത്തേക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുകയാണ്. ആ കപ്പൽ മുങ്ങും എന്ന അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിലവിൽ കേരള തീരത്തിന് ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ കപ്പലിൽ വേഗത്തിൽ തീ പിടിക്കുന്ന രീതിയിലുള്ള രാസപദാർത്ഥങ്ങൾ കപ്പലിനുള്ളിലെ കണ്ടെയ്നറുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ തീ അതിവേഗത്തിൽ തന്നെ മറ്റ് കണ്ടെയ്നറുകൾക്കും പടരാനുള്ള സാഹചര്യമാണ് പറയുന്നത്. 650ഓളം കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ ഉള്ളത്. അതിൽ 50ഓളം കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിച്ചിട്ടുണ്ട്. 18ഓളം ജീവനക്കാരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ ആശ്വാസകരമാണ്. 5 പേർക്ക് സാരമായി പൊള്ളലേറ്റുന്നതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. മറ്റ് 4 പേരെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. പക്ഷേ കപ്പലിലെ ഈ അപകടത്തിൽപ്പെട്ട കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാരിൽ ഇന്ത്യക്കാരാരുമില്ല എന്നും ഉള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും കോസ്റ്റ് ഗാർഡും നാവികസേനയും സംയുക്തമായിട്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിന് അവിടെ എത്തിയ കപ്പലുകൾക്ക് ഈ അപകടം പറ്റിയ കപ്പലിനടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കണം ഇടവേളയ്ക്ക് ശേഷം.